കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. താവക്കര BOT ബസ് സ്റ്റാൻഡിന് പിറകിലെ കയ്യേറ്റം പൊളിച്ചു തുടങ്ങി. സ്റ്റാൻഡിന്റെ തെക്കുഭാഗത്തുള്ള തോട് കയ്യേറി നടപ്പാതയ്ക്കിടയിൽ നിർമ്മിച്ച കെട്ടിട ഭാഗമാണ് പൊളിച്ചു തുടങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പിറകുവശത്തെ കയ്യേറ്റം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ CPM നേതൃത്വത്തിൽ സമരം തുടങ്ങിയിരുന്നു. തിങ്കളാഴ്ച സമരം ശക്തമാക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് ഉടമകൾ തന്നെ കയ്യേറ്റം പൊളിച്ചു തുടങ്ങിയത്. അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തുന്നതിനായി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ്, റവന്യൂ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധന ഈ ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ക്രമപ്പെടുത്തിയ അനധികൃത നിർമ്മാണങ്ങളും അല്ലാത്തവയും കണ്ടെത്തി ഉടമകൾക്ക് നോട്ടീസ് നൽകി. 29-ന് ഇതിന്റെ ഹിയറിംഗ് നടത്തും. മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര എന്നിവരുടെ നേതൃത്വത്തിൽ കയ്യേറ്റം പൊളിച്ചു നീക്കുന്നത് സന്ദർശിച്ച് വിലയിരുത്തി. തോട് കയ്യേറിയത് പൊളിച്ചുമാറ്റാൻ 1 വർഷം മുൻപ് നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെയും CPMന്റെയും ആരോപണം. ഇവിടെ കോർപ്പറേഷൻ നിർമ്മിച്ച നടപ്പാതയ്ക്കിടയിലാണ് കയ്യേറ്റം. 25 മീറ്റർ നീളത്തിലാണ് കെട്ടിടമുള്ളത്. ഇടയിൽ കെട്ടിട ഭാഗമുള്ളതിനാൽ നടപ്പാത പൂർണ്ണമായി നിർമ്മിക്കുവാനും പൂർത്തിയായ ഭാഗം ഉപയോഗിക്കാനും പറ്റാത്ത നിലയിലായിരുന്നു. താവക്കര മുത്തപ്പൻ ക്ഷേത്രം, അഞ്ചുകണ്ടി, തായത്തെരു, സിറ്റി ഭാഗങ്ങളിലേക്കും ജില്ലാ ആശുപത്രി ഭാഗത്തേക്കും ചെറുവാഹനങ്ങളിൽ എത്താവുന്ന വഴിയാണിത്. കയ്യേറ്റം പൊളിച്ചു നീക്കിയ ശേഷം ഈ ഭാഗത്ത് നടപ്പാത പണിതാലേ വഴി ഉപയോഗിക്കാനാവുകയുള്ളൂ. അതിനായി നേരത്തെ അനുവദിച്ച 50 ലക്ഷം രൂപയിൽ 15 ലക്ഷം ബാക്കിയുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചതുൾപ്പെടെ പരിഗണിച്ചാൽ 15 ലക്ഷം കൂടി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.